ഗൈസ്, അങ്ങനെ 2 മാസത്തെ യൂട്യൂബ് വനവാസത്തിന് ശേഷം നമ്മുടെ ടെക് ട്രാവലിംഗ് ചാനലിൽ വീണ്ടും വീഡിയോസ് വരാൻ പോവുകയാണ്. അപ്പോ അങ്ങനെ 2 മാസത്തിന് ശേഷം ഇതാ ഞങ്ങൾ ക്യാമറ എടുത്തിരിക്കുകയാണ്. 2 മാസത്തെ തിരക്കുകളല്ല, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞു വാവ UKG പോവുകയാണ്. കുഞ്ഞാവനെ കാണിക്കുക. ഞങ്ങളുടെ കുഞ്ഞാവ ബിഗ് ബോയ് ആയി UKG പോവുകയാണ്. ടുഡേ ഈസ് ഋഷീസ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇന്ന് 8ാം തീയതി ഇന്നാണ് അവന്റെ പ്രീ KG ക്ലാസ്സസ് ആരംഭിക്കുന്നത്. പ്രപ്പ് ക്ലാസ്സസ് ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയി വിടാമെന്ന് തീരുമാനിച്ചു. സോ വി ആർ ഗോയിങ് ടു സ്കൂൾ. ഹലോ, ഒരു ഹലോ പറ. ക്യാമറയിലൊക്കെ ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി? ബുടുബുട പറയാൻ പോന്നി. ബുടുബുടാനെ ഒത്തിരി പേര് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബുടുബുടായ്ക്ക് സുഖമാണോ, കുരിപ്പിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എല്ലാരോടും ഐ ലവ് യു പറഞ്ഞേ. എല്ലാരോടും ഐ ലവ് യു പറഞ്ഞേ. ഐ ലവ് യു ഓൾ. ബുടുബുട പറ. ബുടുബുടാന്ന് പറ. അങ്ങനെ പറയടാ. നിന്നെ ബുടുബുട മിസ് ചെയ്യുന്നുണ്ട്. പറ. അവര് ബുടുബുട പറ. ബുടുബുട പറ. ഇല്ല പറ. ബുടുബുട പറഞ്ഞാലേ സ്കൂളിൽ വിടുള്ളൂ. പറ ബുടുബുട പറ. ബുടുബുട പറ. സർപ്രൈസ് ഉണ്ട്. ഒന്നുകൂടെ പറ. ബുടുബുട. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ 2 മാസം നല്ല തിരക്കുകളിലായിരുന്നു. ഞാൻ ആക്ച്വലി മാർച്ച് 25 ഇന്ത്യയിലേക്ക് വന്നതാണ്. മാർച്ച് 25 വന്നതിന് ശേഷം ഇതുവരെ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടില്ല. ഇനിയിപ്പോൾ ജൂൺ 8 ഇതിനിടയ്ക്ക് ആകെ കേരളം വിട്ട് പുറത്തു പോയത് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ബാംഗ്ലൂർ പോയതാണ്. അതാണ് ലാസ്റ്റ് എൻ്റെ ചാനലിലിട്ട വീഡിയോ. അതും കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോയതാണ്. അതല്ലാതെ വേറെ ഒരു യാത്രകളും ഞാൻ ഇവിടെ എറണാകുളം വിട്ട് തന്നെ പോയിട്ടില്ല എന്ന് പറയാം. എറണാകുളം ജില്ല വിട്ട് ഒരു സ്ഥലത്തേക്കും വേറെ പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ തിരക്കുകളിലായിരുന്നു. തിരക്കുകളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ശരിക്കും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മള് ഋഷിനെ സ്കൂളിൽ കൊണ്ട് വിടാമെന്ന് വിചാരിച്ചു. സാറിന് ബസ് വരും, എപ്പോഴും ബസ്സിൽ വിടാമെന്നാണ് ഇന്നലെ വരെ തീരുമാനിച്ചത്. അപ്പൊ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ തീരുമാനിച്ചു സ്കൂളിൽ കൊണ്ട് വിട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെന്താ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2 മാസം എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മളിപ്പം പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്കറിയാം. സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ പേരിൽ നമ്മള് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ നമ്മളൊരു 6 മാസത്തെ ഒരു വർഷമായി. 6 മാസം ഒന്നുമല്ല, 1 വർഷമായി പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് അല്ലേ? മോർ ദാൻ 1 ഇയർ, 1 വർഷമായി. സമയമൊക്കെ പോകുന്ന അറിയുന്നേ ഇല്ല. അപ്പൊ പോഡ്കാസ്റ്റ് വളരെ കാര്യമായിട്ട് ഇപ്പം സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ഫാക്ടർ. കാരണം എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗൾഫ് വാർ തുടങ്ങിയതിന് ശേഷം ട്രാവലിംഗ് ഭയങ്കര അനിശ്ചിതത്വത്തിലായി. കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഭയങ്കര എക്സ്പെൻസീവായി ട്രാവലിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ലാസ്റ്റ് മിനിറ്റ് ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതായത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായി ട്രാവലിംഗ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇനി പോകേണ്ട രാജ്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇപ്പം സൗത്ത് അമേരിക്ക ആണെങ്കിലും പിന്നെ ആഫ്രിക്ക ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് വിശദമായിട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പോകേണ്ട രാജ്യങ്ങൾ. നമ്മളിപ്പം ലോകത്തിലെ ഏകദേശം പകുതിയോളം വരുന്ന രാജ്യങ്ങൾ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇനിയും നമുക്ക് ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഇത്രയും നാളത്തെ യാത്രകളിൽ ഞാൻ ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് കുറെയൊക്കെ എക്സോസ്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ കുറച്ച് എക്സോസ്റ്റഡ് ആയി. പിന്നെ എനിക്ക് കുറച്ച് ഫാമിലി ടൈം വേണം എന്ന് തോന്നി. ഋഷിയുടെ അവധിയായിരുന്നു, ഋഷിയുടെ സ്കൂൾ ഹോളിഡേയ്സ് ആയിരുന്നു. ആ 2 മാസം എനിക്ക് തോന്നുന്നു, സാധാരണ നമ്മൾ അവധിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഫാമിലി ആയിട്ട് ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോവില്ലേ? പക്ഷെ ഈ 2 മാസം ഞങ്ങൾ എവിടെയും ട്രിപ്പ് പോയിട്ടില്ല ഈ ഹോളിഡേയ്സിൽ. അവൻ ചെയ്തിരിക്കുന്നത് സ്വിമ്മിംഗ് ക്ലാസ്സിൽ സ്വിമ്മിംഗ് പഠിച്ചു എന്നാണ് പുതിയൊരു അച്ചീവ്മെന്റ്. അതായത് ഋഷിയുടെ ലേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഋഷി സ്വിമ്മിംഗ് പഠിച്ചു. ഈ ഒരു ഹോളിഡേയ്സിൽ അവനെ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളത്. കാരണം അതൊരു ലൈഫ് സേവിങ് സ്കില്ലാണ്. ആ ഒരു സ്കില്ല് പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം ഋഷിയുടെ ഏറ്റവും വലിയ ഈ ഒരു ഹോളിഡേ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു ഫാമിലി യാത്ര പോലും പോകാൻ പറ്റിയില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങൾ ഇതുവരെ അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല.
ഞാനിവിടെ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന പുതിയ സംരംഭം, അതായത് നമ്മൾ ഈ നിരന്തരം യാത്രകൾ ചെയ്ത് നമ്മൾ ആ ഒരു യാത്രകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയി നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി താമസിക്കുന്നു, ഹോട്ടലുകളിലും എയർബിഎൻബികളിലും പിന്നെ ഗസ്റ്റ് ഹൗസുകളിലും പിന്നെ പലതരത്തിലുള്ള സ്റ്റേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പല നാട്ടിൽ പോയി പലതരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഇറങ്ങി എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേകൾ, അതായത് താമസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഞങ്ങൾ തുടങ്ങിയ പുതിയ കമ്പനിയാണ് ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റിയുടെ കീഴിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല തീമുകളിലുള്ള പ്രൈവറ്റ് പൂൾ വില്ലാസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പല ബഡ്ജറ്റിലുള്ള പല തീമുകളിലുള്ള പ്രൈവറ്റ് പൂൾ വില്ലാസ് കേരളത്തിന്റെയും ഭാവിയിൽ ഇന്ത്യയുടെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ തീം എന്ന് പറയുന്നത്. അതാണ് ഭക്തൻസ് ഹോസ്പിറ്റാലിറ്റിയുടെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദ ഭക്തൻസ് എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്. അതിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദ ഹൗസ് ഓഫ് ഭക്തൻ. യെസ്, അതാണ് നമ്മുടെ ബാലി സ്റ്റൈൽ പൂൾ വില്ല എന്ന് ഞാൻ കുറെ നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും സ്റ്റോറീസ് സ്റ്റാറ്റസും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു ബാലി കേരള ഫ്യൂഷൻ സ്റ്റൈലിലുള്ള പൂൾ വില്ല. അതിന് ഞങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത് ദ ഹൗസ് ഓഫ് ഭക്തൻ എന്നാണ്. അത് നമ്മുടെ കൊച്ചിയില് എളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് ഞങ്ങള് ഒരു നവംബർ സമയത്ത് ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ വാങ്ങിച്ച ഒരു വീടാണ്. ഒരു പഴയ വീടാണ്, ഒരു 20-25 വർഷം പഴക്കമുള്ള വീടാണ്. ആ വീടാണ് ഞങ്ങൾ റിനോവേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ടുള്ള ഞങ്ങളുടെ ഹാർഡ് വർക്കാണ് ഈ ഒരു ഹൗസ് ഓഫ് ഭക്തൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് വി വിൽ റിവീൽ ഇറ്റ്. പക്ഷെ എന്നാലും ഞാൻ അതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണിക്കാം, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ അതിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് മോർണിംഗ് 8 to ഈവനിങ് ഒരു 6-7 വരെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇവിടെ ഈ വർക്ക് സൈറ്റിൽ വന്ന് നിൽക്കും, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. അത് എൻ്റെ ഒരു പ്യുവർ ഇൻവോൾവ്മെന്റ് അതിനകത്ത് കംപ്ലീറ്റ് വേണം എന്നുള്ള ആഗ്രഹത്താലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ആകെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിലെ വീഡിയോസാണ്. എന്തായാലും അത് ഞങ്ങളുടെ ഹൗസ് ഓഫ് ഭക്തൻ വിൽ ബി ലോഞ്ചിങ് വെരി സൂൺ. ഞങ്ങൾ ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യും. എന്നിട്ട് വി ഹാവ് എ ട്രയൽ ആൻഡ് എന്താ പറയുക ട്രയൽ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് നാള് ഞങ്ങൾ തന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ബൈ ഓഗസ്റ്റ് വി ആർ പ്ലാനിങ് ടു റെന്റ് ഇറ്റ് ഔട്ട്. അപ്പൊ അതിനുശേഷം ഇനി ഞങ്ങളുടെ പോഡ്കാസ്റ്റുകളും ബാക്കിയുള്ള പരിപാടികളും ഷൂട്ടും അങ്ങനെ സംഭവങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ദ ഹൗസ് ഓഫ് ഭക്തനിൽ വെച്ചായിരിക്കും. ഹലോ ഗൈസ്, ഇത് ഋഷി സ്വിമ്മിങ് പഠിച്ചിട്ട് പൂള് ഋഷിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഋഷിയാണ് ഈ പൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് വെള്ളം നിറച്ചതേ ഉള്ളൂ. വെള്ളം നിറച്ചിട്ട് ഋഷിയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഞാന് വെള്ളം നിറച്ച് അതിന് ക്ലിയർ ആവണം. ഇത് നമ്മുടെ ബാലി ഗേറ്റ്, പിന്നെ ചെറിയ രീതിയിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ ബാലി ഗേറ്റ്, പിന്നെ നമ്മുടെ ബാലി തീം പരിപാടികളൊക്കെ വരുന്നു. ഇത് നമ്മുടെ വീട് പഴയ വീട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്ന്. ഇതിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആയി. ഇനി ഇവിടെ കുറച്ച് വർക്കുകളും കൂടെ പെൻഡിങ് ഉണ്ട്, അകത്തും കുറച്ച് പുറത്തും എല്ലാം ക്ലീനിങ് ഉണ്ട്, കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഹെവൻ ഈസ് ഗെറ്റിംഗ് റെഡി അല്ലേ? യെസ്, അതാണ് സംഭവം. ഓൾറെഡി ഇപ്പൊ ഫോമായി ഋഷി, ഇപ്പൊ ഉമ്മയൊക്കെ വരുന്നുണ്ട്. യെസ്, അപ്പോൾ ദിസ് ഈസ് അവർ എന്താ പറയാ, അതെ നമ്മുടെ സ്ഥലം. അപ്പോൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ വിശദമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം ഗൈസ്. മനസ്സിലേ, നമ്മളൊക്കെ പണ്ട് പുത്തൻ ഷൂവും പുത്തൻ ബാഗും പുത്തൻ യൂണിഫോമും എല്ലാം ഇട്ട് മഴ നനഞ്ഞാണ് നമ്മളെല്ലാ വർഷവും, നമ്മളെ ചെറുപ്പക്കാലം മുതൽ നമ്മൾ മലയാളികളെല്ലാം സ്കൂളിൽ പോകുന്നത് ആ ഒരു രീതിയിലാണ്. മഴ നനഞ്ഞ് അല്ലേ, മഴ നനഞ്ഞ് സ്കൂളിൽ പോകും. കറക്റ്റ് സ്കൂൾ തുറക്കുന്ന സമയത്ത് മഴ പെയ്യും, കറക്റ്റ് വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് മഴ പെയ്യും. അങ്ങനെ തന്നെയാണ് ശരിക്കും ഇത്രയും വർഷം നമ്മുടെ ആ ഒരു കാലവർഷം ശരിക്കും പെയ്യുന്നത്. ശരിക്കും മധ്യവേനൽ അവധി എന്നൊക്കെ മാറ്റിയിട്ട് ഈ മഴക്കാലത്തുള്ള അവധി എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മഴയത്ത് സ്കൂളിൽ പോകുന്നത് വേറെ ഒരു ഫീൽ തന്നെയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നല്ല മഴയാണ്. ഇന്നലെ നല്ല മോശമില്ലാത്തൊരു വെതറായിരുന്നു. ഇന്ന് ഭയങ്കര ഒരു ക്ലൗഡിയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് മഴ തന്നെ ആയിരിക്കുമല്ലോ മൊത്തത്തില്. അപ്പൊ ഋഷി, ഹാപ്പി ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇല്ല ഇല്ല കേട്ടോടി, ഇല്ല. ഋഷ, പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണ്ടേ?
എടീ ബസ് വരുന്നതേ ഉള്ളൂ. ഇത് നോക്ക്, നമ്മൾ ലേറ്റ് അല്ല കേട്ടോ, ബസ് വന്ന് കയറിയതേ ഉള്ളൂ. വി ആർ ഓൺ ടൈം. ചിരിക്കടോ. ഇന്ന് എല്ലാവർക്കും സർപ്രൈസ് ആണല്ലോ. ചെല്ല്, പോയിട്ടാ 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 പോയി. ഞാനിവിടെ വണ്ടിക്കെത്തോ എല്ലാവർക്കും ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. പോയിട്ടുണ്ട്. പിള്ളേരെയൊക്കെ സീരിയസ് കണ്ടില്ലേ എങ്ങനെയാണെന്ന്, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞോണ്ട്. കാരണം ഫസ്റ്റ് ഡേ അല്ലേ, കീട്ടരുതല്ലോ കിടന്ന്. കേറി പോയാ പോയാ ബൈ പറഞ്ഞോ നീ? എന്നാ ബാ പോ. സർപ്രൈസിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അയ്യോ കൊള്ളാം. വൈകിട്ട് അവര് വന്നോളൂല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള്. അയ്യോ രസമാ. ഞങ്ങള് മൂവാറ്റുപുഴയിലെ ക്രസ് ബോട്ടിൽ ക്രാഫ്റ്റിൽ പോയി ഇന്നലെ സെലക്ട് ചെയ്ത ചെടികളും ഔട്ട്ഡോർ ചെടികളും ഔട്ട്ഡോർ പ്ലാന്റ് ബോക്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ 2.5 വർഷമായിട്ട് തഴച്ച് വളർന്ന സാധനമാണ്. ഇതെല്ലാം നമ്മുടെ ഫ്ലാറ്റിലുണ്ടാകുന്ന സാധനങ്ങളാണ്. ഇത് ഒക്കെ ഭയങ്കര വലുതായി, അത് ഇങ്ങോട്ട് മാറ്റി. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് 3 സ്റ്റെപ്പുള്ള ഫൈക്കസ്, അത് വിയറ്റ്നാം ചട്ടിക്കകത്ത്. ഇതൊക്കെ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആട്ടോ, ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. വിയറ്റ്നാം ചട്ടിക്കകത്ത്, വിയറ്റ്നാമിൽ നിന്ന് വന്ന ചട്ടിക്കകത്താണ് അത് ഇറക്കി വെച്ചിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ടാവും, ഇറക്കാനുള്ള പരിപാടിയാണ്. നമ്മളിത് കുറച്ച് സാധനങ്ങൾ ഇവിടെ പുറത്ത് ബാൽക്കണിയിൽ വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ചെടികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, വന്ന സാധനങ്ങളൊക്കെ നമ്മൾ നേരിൽ കയറ്റിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇൻഡോർ പ്ലാന്റ് പ്ലേസ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ പരിപാടികളിലൂടെ ബാക്കിയുണ്ട്. നല്ല വെയിറ്റുള്ള സാധനമാണ്. ഇതൊക്കെ ബൈമാർ അവരുടേതായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നത്. കമ്പിയൊക്കെ പിടിച്ച് അതിൻ്റെ അടിയിൽ ഇടലേ ഗംഭീര പരിപാടികളാണ്. അങ്ങനെ ഇന്നത്തെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി ബാക്കി ഫിനിഷിംഗ് വർക്ക് നാളെ ഡീപ്പ് ക്ലീനിങ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇനി ഗേറ്റിൻ്റെ ഈ ഭാഗത്തുള്ള ചരിവൊക്കെ കൊടുത്ത് അതൊക്കെ റെഡിയാക്കാനുള്ള പരിപാടികളിലാണ്. ഹലോ, എന്താണ് പരിപാടി? അങ്ങനെ മിസ്റ്റർ അഭിജിത്ത് ഭക്തൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ അസംബ്ലി പരിപാടികളാണ്, ഡു ഇറ്റ് യുവർ സെൽഫ് പരിപാടികൾ. ഇവിടെ ബേബി ചെയർ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്വേത. ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ട് യെസ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഋഷി ആരെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഋഷിക്ക് ആരെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഋഷി അപ്പായെ ഹെൽപ്പ് ചെയ്യും. അപ്പായ്ക്ക് ഒരു ഉമ്മ വാ, അപ്പായ്ക്ക് ഒരു ഉമ്മ എന്ന് ഋഷി വിളിക്കുന്നു. അത് എടുക്കരുത്, അവിടെ വെക്ക്, കൈമുറിയും. ഇവിടെ ഞങ്ങള് ഐക്യെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ വുഡൻ ഡെക്ക് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ക്ലിക്ക് ആൻഡ് ഫിക്സ് പരിപാടിയാണ്. ഇതിങ്ങനെ ഇതിന്റെ മേളില് വെച്ച് നമുക്ക് ഇത് വുഡൻ ഡെക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പവർ ഋഷി പ്രാരാബ്ധമായി ഇപ്പൊ. അപ്പനാണ് സൂപ്പർവൈസർ. അവിടെ വേറെ വർക്ക്, എല്ലായിടത്തും വർക്കാണ്. അവിടെ അമ്മയാണ് സൂപ്പർവൈസർ. അടിപൊളി. ഞങ്ങൾ രണ്ടുപേരും ഹെൽപ്പേഴ്സ്. രാവിലെ തൊട്ട് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ക്യാമറമാനെ പോഡ്കാസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇവിടെ DIY ചെയ്യിച്ചോണ്ടിരിക്കുക. ഋഷി ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, കണ്ടില്ലേ? ഋഷി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കസേര പിടിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഇവിടെ ഫ്ലോറിങ്ങിന്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് തീർത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ടൈലോടിക്കാരൻ കംപ്ലീറ്റ് പരിപാടികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ഈ ഒരു സാധനമുണ്ട്, ഇതിന്റെ ഉള്ളില് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണത്. ഒരാൾ അവിടെ താഴെ മറ്റേ ഫിക്സിങ് പരിപാടിയായിരുന്നു. ഫിക്സ് ചെയ്ത് ആശാൻ അവിടെ കിടന്നു പോയി. ഡിമ്മായി നോക്കിയേ, കിടക്കുന്ന കണ്ടില്ല നോക്കി. ഫിക്സ് ചെയ്ത് അവനവിടെ കിടന്ന്. ഇത് കൊള്ളാമല്ലേ? ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നൈസ് വർക്ക്. ഫിനിഷായി. ചേതക്കട്ടെ, എന്താ പരിപാടി? രാത്രിക്ക് വീട്ടിൽ വന്നിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഋഷിക്ക്. ഇന്ന് ഭയങ്കര ടയേർഡായി. ഇന്ന് ഫുൾ പരിപാടികളായിരുന്നു. രാവിലെ ഋഷിനെ സ്കൂളിൽ വിട്ട് പിന്നെ വീട് പണിയുടെ പുറകെയായിരുന്നു. ഇന്ന് ഇപ്പം സമയം രാത്രി 10 മണി ആയപ്പോഴാണ് റൂമിലെത്തുന്നത്. ഇപ്പം ഇന്നിനി എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട്
വേണം നാളെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട്. പ്രശാന്ത് എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഫുൾ ടയേർഡായിട്ട് രാത്രി 10 മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും. അതായിരുന്നു കഴിഞ്ഞ 2 മാസം എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്, ഇല്ലെങ്കിൽ എൻ്റെ അന്നവും മുട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ പോഡ്കാസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോഡ്കാസ്റ്റ് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ എന്താ പറയുക, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇടാം. അതേപോലെ വീടിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ സാധനം വരുന്നുണ്ട്. ഞാൻ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്തു തരാം. അപ്പോൾ സീ ഗൈസ്, ബൈ.